Hello my dear friends, 9th standard maths in irrational multiplication unit 5 irrational multiplication. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഇറേഷണൽ നമ്പർ എന്താണെന്ന് അറിയണം. ഇറേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഡിനോട്ട് lengths which cannot be expressed as fractions of unit are called irrational numbers. Irrational numbers എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് ഒന്നും എഴുതാൻ പറ്റാത്ത ചില നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. PQ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്, അതിനെയാണ് എന്ത് പറയാം, നമുക്ക് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഇത് മുതലാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് 45, 45, 90. 45, 45, 90 എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ 1:1:√2 ആണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അതായത് 45 ഓപ്പോസിറ്റ് 1, 45 ഓപ്പോസിറ്റ് 1, 90 ഓപ്പോസിറ്റ് √2. ഈ രീതിയിലായിരിക്കണം നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ വരേണ്ടത്. അപ്പോൾ അതിൽ ഇവിടെ ഇപ്പോൾ ഞാൻ 45ൻ്റെ ഇവിടെ നമുക്ക് 2 ആണെങ്കിൽ അത് 2 ആയിരിക്കും. 5 ആണെങ്കിൽ അതായത് എൽ ഷേപ്പ് വരുന്നത് 45, 45 വരുന്ന 90 വരുന്ന ആ സൈഡുകൾ 5, 5, 5√2 ആയിരിക്കും. 3 ആണെങ്കിൽ 3, 3√2 ആയിരിക്കും. 4 ആണെങ്കിൽ 4, 4, 4√2 ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് 90 ഓപ്പോസിറ്റ് ഒരു നമ്പറാണ് വന്നതെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ 90 ഓപ്പോസിറ്റ് √2 ആണ് വരേണ്ടത്. ഏതിനെ, നമ്മുടെ 45, 45, 90 വരുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡിൽ 90 ഓപ്പോസിറ്റ് √2 ആണ് വരേണ്ടത്. പക്ഷെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പോൾ 90 ഓപ്പോസിറ്റ് 3 തന്നാൽ നമ്മൾ എന്ത് വേണം, അവിടെയുള്ള നമ്പർ ബൈ √2 രണ്ട് സൈഡിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം 3/3√2 എന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചിലപ്പോൾ ഇവിടെ 4 തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ബൈ √2 ഇത് രണ്ടും സെയിം ആയിരിക്കും. ഈ എൽ ഷേപ്പ് വരുന്ന അതായത് 90 ഡിഗ്രി കൂട്ടിമുട്ടുന്ന രണ്ട് വരകളും തുല്യ നീളമുള്ളവയായിരിക്കും, അല്ല ഈ രണ്ട് ലൈൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ്, അതായത് 90ൻ്റെ ഓപ്പോസിറ്റ് റൂട്ടാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു 3 തന്നാൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെ 3√2 ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് 4 തന്നാൽ അവിടെ ആ നമ്പർ ബൈ √2 ആണ് ഈ രണ്ട് സൈഡും ഉണ്ടാവുക. അതാണ് ഓർമ്മിക്കേണ്ടത്. നമ്മുടെ ഇവിടെയാണ് നമുക്ക് സൈഡ് കാണേണ്ടതെങ്കിൽ നമുക്ക് അവിടെ *√2 വരും. ഈ രണ്ട് സൈഡും ആണെങ്കിൽ അവിടെ ബൈ √2 വരും. ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ ഇപ്പോൾ 90 ഓപ്പോസിറ്റ് 7 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡും 7/√2 എന്ന് വരും. അതായത് 90 ഓപ്പോസിറ്റ് ഏത് നമ്പറാണോ ഉള്ളത് അത് √2 ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് ഇതേപോലെ തന്നെ 30, 60, 90 വരുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ 30 ഓപ്പോസിറ്റ് 1, 90 ഓപ്പോസിറ്റ് 2 ആണ്, 60 ഓപ്പോസിറ്റ് √3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ് ആംഗിൾസ് ആർ 30, 60, 90 ദെൻ റേഷ്യോ സൈഡ്സ് ആർ 1:√3:2. അത് 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. അതായത് 30ൻ്റെ എവിടെ നമ്പർ ഉള്ളതിൻ്റെ ഡബിളാണ് ഇവിടെ ഉണ്ടാവുക, ചെരിഞ്ഞ വര 90ൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. ഇവിടെ ഉള്ളതിൻ്റെ കൂടെ √3 ഇട്ടതാണ് ഇവിടെ ഉണ്ടാവുക. ഇതിപ്പോൾ നോക്കി ഈ ചിത്രം ഞാനിപ്പോൾ 30 ഓപ്പോസിറ്റ് രണ്ട് ചിത്രം മാറി മാറി വരച്ചോളൂ. ഇവിടെ 60 ആയിരുന്നു, ഇപ്പോൾ ഇവിടെ 30. അപ്പോൾ 30 ആകുമ്പോൾ 1 ഇവിടെ വരാം. 30 ഓപ്പോസിറ്റ് 1, 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 60 ഓപ്പോസിറ്റ് √3. ഈ ചെരിഞ്ഞ വര എപ്പോഴും എന്ത് തന്നെ, 2 തന്നെ. ആംഗിൾ മാറുമ്പോഴും മറ്റു രണ്ട് സൈഡ് മാത്രമേ മാറുള്ളൂ. നമുക്കിവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് 30 ഓപ്പോസിറ്റ് 4 ആണ്. 30 ഓപ്പോസിറ്റ് 4 എന്ന് പറഞ്ഞാൽ 90 ഓപ്പോസിറ്റ് അതിൻ്റെ ഡബിളായ 8 വരും. പിന്നെ ഈ നമ്പറിൻ്റെ കൂടെ √3 ഇട്ടതാണ് ഇവിടെ ഉണ്ടാവുക, 60ൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. അപ്പോൾ 30 ഓപ്പോസിറ്റ് 4, 60 ഓപ്പോസിറ്റ് 4√3. ഇവിടെ ഈ നമ്പറിൻ്റെ ഡബിളാണ് ഉണ്ടാവുക. 30 ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിളാണ് ഇവിടെ ഉണ്ടാവുക. അടുത്തത് ഇപ്പോൾ 30 ഓപ്പോസിറ്റ് 5 ആണ്. അപ്പോൾ 90 ഓപ്പോസിറ്റ് 10 വരും. 60 ഓപ്പോസിറ്റ് ഇവിടെയുള്ള നമ്പർ ഇൻറ്റു √3 വരും. നിങ്ങളിത് നോക്കി, ഇവിടെ ഇപ്പം 60 ഓപ്പോസിറ്റ് 6, 60 ഓപ്പോസിറ്റ് 6 ആണ് നമുക്ക് തന്നിട്ടുണ്ടായത്. ഞാനിവിടെ ആൻസർ ആദ്യമേ എഴുതി വെച്ചതാണ്. അപ്പോൾ 60 ഓപ്പോസിറ്റ് 6 തന്നിട്ടുണ്ട്. അപ്പോൾ 6 തന്നാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, അതായത് 16 ഓപ്പോസിറ്റ് എപ്പോഴും റൂട്ടാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ റൂട്ടല്ല, നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ബൈ √3 ആയിരിക്കണം നമ്മൾ ഇവിടെ എഴുതേണ്ടത്. 13ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിളാണ് ഇവിടെ എഴുതേണ്ടത്.
തന്നിരിക്കുന്ന നമ്പർ നോക്കുക 30 ഓപ്പോസിറ്റ് 5. ഇവിടെ 5 ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡബിൾ 10 വരും. ഇവിടെ ഇപ്പോൾ 30 ഓപ്പോസിറ്റ് 6/√3 ആകുമ്പോൾ അതിൻ്റെ ഡബിളായ 12/√3 വരും. ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 30, 60, 90. അപ്പോൾ 16 ഓപ്പോസിറ്റ് 2. അപ്പോൾ 16 ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഈ 2/√3 ആണ് ഇവിടെ ഉണ്ടാവുക. 30 ഓപ്പോസിറ്റ് ഉണ്ടാവുക, ഇതിൻ്റെ ഡബിളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 2 നമ്പർ ഒന്ന് നോക്കുക. 13 ഓപ്പോസിറ്റ് സാധാ നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ 13 ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 4ന് ഡബിൾ 8 വരും. 16 ഓപ്പോസിറ്റ് നമ്മൾ ആ നമ്പർ ഇൻറ്റു √3 ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താ, 60 ഓപ്പോസിറ്റ് 6 തന്നാൽ 30 ഓപ്പോസിറ്റ് തന്നാൽ എഴുതാൻ സുഖമാണ്. ഇതിൻ്റെ ഡബിൾ എഴുതി കൊടുക്കുക, അതിൻ്റെ കൂടെ √3 ഇട്ട് കൊടുക്കുക. പക്ഷേ ഇവിടെ തരുന്നത് 60 ഓപ്പോസിറ്റ് 6 തന്നാൽ ആ നമ്പർ √3 എഴുതാം, അതിൻ്റെ ഡബിളും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസ് നോക്കാം. √2 ഇൻറ്റു √3. √2 ഇൻറ്റു √3 √2 ഇൻറ്റു √3 ഈക്വൽ ടു √2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 ആണ്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.4. 2 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1.73. 2 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 2√3 ആണ്. 1.73 ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്കത് 3.46 കിട്ടും. അവിടെയും നമ്മൾ ഇതുപോലെ ഈക്വൽ സൈൻ അല്ല, ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഏകദേശ വില എന്നുള്ള ചിഹ്നമാണ് ഉപയോഗിക്കാം. √4 ഇൻറ്റു √9 ഈക്വൽ ടു √4 ഇൻറ്റു 9. ഒരു 2 റൂട്ട് ഉണ്ടെങ്കിൽ ഒറ്റ റൂട്ടിനുള്ളിൽ നമ്പർ എഴുതാം. അപ്പോൾ 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ √36 ഈക്വൽ ടു 6. 1/4 √1/4 ഇൻറ്റു √9/25. 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്. 4ൻ്റെ റൂട്ട് 2. അപ്പോൾ 1/2 എന്ന് എഴുതാം. 1/4ൻ്റെ റൂട്ട് 1/2 എന്ന് എഴുതാം. √9/25 9ൻ്റെ റൂട്ട് 3 ആണ്. 3 3s are 9 ആണ്. 25ൻ്റെ റൂട്ട് 5 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 3/5. 1 3s are 3, 2 5s are 10. √4 ഇൻറ്റു √25 ഈക്വൽ ടു √4 ഇൻ്റെത് 2 ആണ്. √25ൻ്റെത് 5. 2 5s are 10. അല്ലെങ്കിൽ നമുക്ക് √4 ഇൻറ്റു √25ന് √4 ഇൻറ്റു 25 എന്ന് എഴുതാം. √100 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 10s are 100. അതായത് 2 ഇറേഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, √x ഇൻറ്റു √y ഈക്വൽ ടു √(xy). ഇതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. We can make a rectangle using 4 equilateral triangle of the same size by cutting 2 of them along their heights and rearranging these pieces and the other 2 whole triangle. നമ്മൾ 1 2 3 4 സെയിം സൈസുള്ള ഈക്വൽ ട്രയാങ്കിൾ എടുത്തു. ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ സമഭുജ ത്രികോണങ്ങൾ എല്ലാ സൈഡും ഈക്വൽ ആയതാണിത്. എല്ലാ സൈഡും ഈക്വൽ ആകുമ്പോൾ എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ 2 ഫുൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ പീസുകളുണ്ടല്ലോ ഇതിനെ 2ആയിട്ട് ഭാഗിച്ചു. അപ്പോൾ ഈ 2 പീസും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 2 പീസും ഇവിടെ താഴെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. If sides of all equal triangle are 2 cm, what is the perimeter and area of rectangle? നമ്മളോട് പറയുന്നത് എന്താണ്, ഇതൊക്കെ 2 2 ആണ്. ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇതൊക്കെ സൈഡ് 2 ആണ്. എല്ലാത്തിൻ്റെയും സൈഡ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം, ഇതിൻ്റെ ബ്രെഡ്ത്തും കാണണം, ലെങ്ത്തും കാണണം. പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ഫുൾ ആഡ് ചെയ്താൽ മതി. ഏരിയ ഈക്വൽ ടു ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചിത്രങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ 2 ആണ്. ഇത് 2, ഇത് 2, ഇത് 2. അപ്പോൾ ഈ ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ ഭാഗമായത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം ഇത് 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. ഇത് 1 ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ 1 ആയിട്ടുണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ഇത് 60 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ, മൊത്തം ഇതും 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും. പക്ഷെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഇത് 30 ആയിട്ട് മാറും. അപ്പോൾ ക്വസ്റ്റ്യന് നമുക്ക് ഈ സൈഡ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 30 ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 60 ഓപ്പോസിറ്റ് √3 ആയിരിക്കും. അപ്പോൾ ഈ 60ൻ്റെ ഇത് √3 ആയിരിക്കും. അതായത് നമ്മൾ അതിനെ ഈ പീസ് ഇവിടെ വെച്ചപ്പോൾ ഇത് 1 ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ ഇത് √3
3 ആയിരിക്കും. കാരണം ഇത് 2 ആണ്, ഇത് സ്ലാൻഡ് ലൈൻ 2 ആണ്. പിന്നെ ഇത് മൊത്തം 1, ഇത് 1ഉം ഇതും 1 ആണ് വരിക. എന്നാണ് ഇത് 2 സെൻറ്റിമീറ്റർ വരുള്ളൂ. കാരണം നമുക്ക് ഇത് മൊത്തം 2 ആണ്, റെക്റ്റാങ്കിൾ ആണ്, ഇതും 2 ആണ്. അപ്പോൾ ഇത് 1ഉം 1ഉം വന്നാൽ മാത്രമേ അത് 2 ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിക്ചറിൽ ഈ സൈഡും കൂടെ √3 എന്ന് എഴുതാം. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കാണുന്നതൊക്കെ ആഡ് ചെയ്യുക വേണ്ടത്. അതായത് ഇതിപ്പോൾ √3 ഇവിടെ 2 ആകുമ്പോൾ ഇവിടെയും 2 ആയിരിക്കും. √3 + √3 എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് 2√3 എന്ന് എഴുതാൻ പറ്റും. 2√3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2+, അതായത് ഈ 2 + 2√3. 2√3 എന്ന് പറയുമ്പോൾ ഇത് ഈ ലെങ്ത്ത് 2√3 + 2 ഈ ലെങ്ത്ത് 2, പിന്നെ മുകളിലത്തെ ലൈന് + 2√3. അപ്പം നമ്മുടെ ആൻസർ 2 + 2 4 വരും. പിന്നെ 2√3യും 2√3യും ആഡ് ചെയ്താൽ 4√3 എന്ന് വരും. അപ്പോൾ 4 + 4√3 എന്ന് പറയുമ്പോൾ 1.73നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4 3s are 12, 1 ബാലൻസ്, 7 4s are 28 + 1 29, 2 ബാലൻസ്, പിന്നെ 6 പോയിൻ്റ് വരും, 6.92. അപ്പോൾ ഇത് 4നോട് ആഡ് ചെയ്താൽ 10.92 ആണ് എന്ത് വരിക, പെരിമീറ്റർ വരിക. ഇതിൻ്റെ തന്നെ ഏരിയ എന്ന് പറയുമ്പോൾ അത് L/B ആണ്. L എന്ന് പറയുമ്പോൾ ഈ മൊത്തമുള്ള ലെങ്ത്ത്, L എന്ന് പറയുമ്പോൾ അത് 2√3 ആണ്. B എന്ന് പറയുമ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. ബ്രെഡ്ത്ത് 2 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ L/B ആണ്. ഏരിയ L/B 2√3 × 2. അപ്പോൾ അതെന്തായിട്ട് മാറും, അത് 4√3 എന്നാവും. 4√3. അപ്പോൾ നമ്മളിവിടെ ഇപ്പം 4√3 ഇവിടെ കണ്ടിട്ടുണ്ട്. അതായത് 1.73. √3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.73 ആണ്. 1.73 × 4. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട് 6.92. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പെരിമീറ്ററാണ്, സെൻറ്റിമീറ്ററിൽ ഇട്ടാൽ മതി. അതായത് പുറമേ കാണുന്നതൊക്കെ ആഡ് ചെയ്യുക വേണ്ടത്. ഈ 2ഉം ഇവിടെ √3 ഉണ്ട്, ഇതും √3 ആണ്. അപ്പോൾ 2√3 വന്നു. പിന്നെ ഈ 2ഉം ഈ മുകളിലും 2√3 ആയിരിക്കും. അതാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. പുറമേ ഉള്ളതൊക്കെ ആഡ് ചെയ്യുക. ഏരിയ എന്ന് പറയുമ്പം L/B ആണ്. L/B എന്ന് പറയുമ്പം L എന്ന് പറയുമ്പം ഈ ലെങ്ത്ത്, ഇത് √3 ഇട്ടതുകൊണ്ട് ഇത് √3 ആണ്. അപ്പോൾ 2√3 ആണ് അതിൻ്റെ L വരിക. 2√3 × B എന്ന് പറയുമ്പം ഈ സൈഡ്. കാരണം നമ്മുടെ ആ മുറിക്കാത്ത ഈക്വൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും എന്താണ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ആയതുകൊണ്ട് തന്നെ ഇതൊരു ഈക്വൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടെത്തുക. ഓക്കെ, ബൈ.